സാറ് പടത്തിലൊന്നും എന്നെ ഹീറോ ആക്കിയില്ലെങ്കിലും വിരോധമില്ല സർ. എങ്കിലും ഞാൻ വരും. ടീസർ ലോഞ്ച് സംഭവിക്കും. എന്നെപ്പോലൊരു തുടക്കക്കാരന്, അതും അത്ര പ്രശസ്തനല്ലാത്ത ഒരാൾക്ക് എന്തുകൊണ്ടും മൈലേജ് കിട്ടുന്ന ഒരു പരിപാടിയാണല്ലോ സർ. അതുകൊണ്ട് ഞാൻ വന്നിരിക്കും, ഉറപ്പ്. താങ്ക് യു നീൽ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. വേദയൊന്നും പറഞ്ഞില്ല. ശരിയാണ് നീൽ കേട്ടത് മുഴുവൻ. എന്റെ അച്ഛനാ നീലിനെ ആ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചത്. അത് മറ്റാരും പറഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞിട്ടാ. അതുകൊണ്ട് എന്റെ അച്ഛനോട് ഒരു ദേഷ്യവും വേണ്ട. പക മുഴുവൻ എന്നോടാവാം. എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല, പകയുമില്ല. വേദയാണതിന് ശ്രമിച്ചതെന്ന് കേട്ടപ്പോൾ ബാക്കിയുണ്ടായിരുന്ന നീരസവും മാറി. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നുന്ന എന്താണെന്നറിയോ? സ്നേഹം. വേദയോടുള്ള സ്നേഹം. ദ്രോഹിച്ച ആളെ ആരെങ്കിലും സ്നേഹിക്കൂ? ഞാൻ സ്നേഹിക്കും. കാരണം വേദ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാ പറയും, എന്താ കാരണം? സ്വാതി എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ട് അങ്ങനെ ഒരു സിനിമ നടന്നുവെന്ന് ഒരിക്കലും എനിക്ക് തോന്നരുതെന്ന് വേദയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, വേദ ആ സിനിമ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചില്ലെങ്കിലും ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വേദയ്ക്കറിയാം. എനിക്കൊന്നും അറിയില്ല. നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന പോലെയല്ല ആരും പെരുമാറുന്നത്. കണക്കുകൂട്ടലൊക്കെ തെറ്റി. അതിന്റെ ആഘാതത്തിൽ നിന്ന് പതുക്കെ പതുക്കെ രക്ഷപ്പെട്ടൊന്നു വരുന്നതേ ഉള്ളൂ ഞാൻ. അതിനിടയിലാ ആ സിനിമ വന്നത്. ശരിയാ, നീല് പറഞ്ഞത് തന്നെയാ അതിന്റെ കാരണം. പലതും ഓർത്തപ്പോ ഞാൻ അങ്ങനെ ചെയ്തു. ഞാനൊരു സാധാരണ സ്ത്രീയെ പോലെ പെരുമാറിയെന്ന് തോന്നുന്നുണ്ടോ നീലിന്? തോന്നിയാലും എനിക്ക് വിരോധമൊന്നുമില്ല. ചില നേരത്ത് എന്റെ മനസ്സിനെ എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അതെന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ? ആയിരിക്കാം. കൃത്യമായൊരു ഉത്തരം പറയാൻ എനിക്കറിയില്ല. വേദ വിഷമിക്കരുത്. ഞാൻ ചോദിക്കുന്നത് 1 വർഷം മാത്രം. ഒരേ 1 വർഷം. അതിനു മുമ്പ് അതിനിടയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറും. അത് കാലമല്ലേ തെളിയിക്കേണ്ടത്. മാറുമെന്ന് നീല് പറയുന്നു. നീലിനെ ഞാൻ വിശ്വസിക്കാം. പക്ഷെ അവസാന ഉത്തരം അത് കിട്ടുന്നത് വരെ എന്റേതായൊരു തീരുമാനത്തിലെത്താൻ എനിക്ക് പറ്റില്ല. 1 വർഷം ഒരു നിമിഷം പോലെ കടന്നു പോകും. അതിനധികകാലം കാത്തിരിക്കേണ്ടി വരില്ല. എന്താണോ ഞാനും വേദയൊക്കെ സ്വപ്നം കണ്ടത്, അത് നടക്കും. എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. വാക്കുകളല്ല എനിക്ക് വേണ്ടത്, യാഥാർത്ഥ്യങ്ങളാ. അതിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. പറഞ്ഞല്ലോ, നമുക്കിടയിലെ എല്ലാ തടസ്സങ്ങളും മാറുമെന്ന്. മാറട്ടെ, എന്നിട്ട് നമുക്കതിനെക്കുറിച്ച് പറയാം. ഈ സിനിമ ഞാൻ കാരണം മുടങ്ങി. പക്ഷേ ഈ വേദ വാക്ക് തരുന്നു, നമ്മൾ കണ്ട സ്വപ്നം നടക്കുകയാണെങ്കിൽ ഞാൻ നിർമ്മിക്കും. നീലിനെ നായകനാക്കിക്കൊണ്ടൊരു സിനിമ. സംവിധാനം ഇപ്പോഴത്തെ അതേ ഡയറക്ടർ. എന്നാ കാശുണ്ടാക്കാൻ തുടങ്ങിക്കോ. അത് ഉടനെ വേണ്ടി വരും. നീ എവിടെ പോയതാ? ഒരു ഫ്രണ്ടിനെ കാണാൻ. നുണ പറയുന്നോടി. നീ അവനെ കാണാൻ പോയതല്ലേ, ആ നീലിനെ? അവന് വേറെ ഭാര്യയും കുടുംബമായി. എന്നിട്ടും അവൻ വിളിക്കുമ്പോഴൊക്കെ ചെല്ലുന്നുണ്ടല്ലോ. നീ ചെല്ലും. നീല് വിളിച്ചാ ഇനിയും ചെല്ലും. കാരണം നീലിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. കൊന്നുകളയുന്നില്ല ഞാൻ. ഇങ്ങനെ ഒരു മോൾ ഇല്ലാന്ന് വിചാരിക്കും. നീല് വേറൊരുത്തിയെ കല്യാണം കഴിച്ച ആ നിമിഷം അവനെ മറക്കാന്ന് നീ തന്നെയല്ലേടി പറഞ്ഞത്? ശരിയാ, പറഞ്ഞത് തന്നെയാ. അത് തന്നെയായിരുന്നു തീരുമാനവും. ഇപ്പോഴും അതിനുവേണ്ടി തന്നെയാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും.
പക്ഷെ പറ്റണ്ടേ? ഉള്ളിന്റെ ഉള്ളിന്ന് എത്ര ശ്രമിച്ചിട്ടും ആ മുഖം മായ്ച്ചു കളയാൻ കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? നീ ഒന്നും ചെയ്യണ്ട. ചെയ്യേണ്ട എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി നീ അവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. ശ്രമിക്കാം, പക്ഷെ ഉറപ്പ് പറയാൻ പറ്റില്ല. എന്റെ മനസ്സിപ്പോ എന്റെ നിയന്ത്രണത്തിലല്ല. ഒരു ഭാഗത്ത് നീലിനോടുള്ള ദേഷ്യം, സ്വാതിയെ വിവാഹം കഴിച്ചതിലുള്ള പക, മറുഭാഗത്ത് എത്ര ശ്രമിച്ചാലും മറക്കാൻ പറ്റാത്ത നീലിന്റെ മുഖം. ഒരിക്കൽ പ്രാണന് തുല്യം സ്നേഹിച്ചിരുന്നതാ ഞാൻ ആ മനുഷ്യനെ. അത്ര പെട്ടെന്നൊന്നും പറിച്ചു കളയാൻ പറ്റില്ല. അവൻ ഇന്ന് വേറൊരു പെണ്ണിന്റെ ഭർത്താവാണ്. അതെന്താ നീ ഓർക്കാത്തത്? എനിക്കറിയാം, അതിന്റെ സാഹചര്യം എന്താണെന്നും അറിയാം. നീല് പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ഞാൻ തയ്യാറായിട്ടില്ല. പക്ഷേ അകത്തെവിടെയോ അത് ശരിയാണെങ്കിലെന്ന് ചിന്തിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു വേദയുണ്ട്. ആ വേദയ്ക്ക് നീലിനെ തള്ളി പറയാൻ പറ്റില്ല. ശരി, നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. ഇവിടെ നിൽക്കുന്നുണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. നീ റെഡിയാവും, നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോവാം. ഞാനില്ല. എവിടെ ചെന്നാലും എനിക്ക് സമാധാനം കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നിനക്ക് അവനെ മറക്കാൻ കഴിയില്ല എന്ന് ചുരുക്കം. ബുദ്ധിമുട്ടാണ്, ശ്രമിക്കാഞ്ഞിട്ടല്ല, പറ്റുന്നില്ല. ഭാര്യയുള്ളൊരു പുരുഷനെ സ്നേഹിക്കുന്ന പെണ്ണിനെ നാട്ടുകാർ എന്ത് പറയുമെന്ന് അറിയോ നിനക്ക്? ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കറിയാൻ സത്യം. അതെനിക്ക് ആരെയും ബോധിപ്പിക്കണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ വല്ലാത്തൊരു മാനസിക പ്രയാസത്തിലാ ഇപ്പൊ ഞാൻ. നിങ്ങളും കൂടി ഇങ്ങനെ തുടങ്ങിയ എനിക്കത് താങ്ങാൻ പറ്റാതെയാവും. നിങ്ങളെ കരുതുന്നത് പോലെ വലിയ ശക്തിയുള്ള മനസ്സൊന്നും ഈ വേദയ്ക്കില്ല. അതെന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകാൻ അധികം സമയമൊന്നും വേണ്ട. അങ്ങനെ സംഭവിച്ച നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഈ വേദ പിന്നെ ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. അവനെ വെച്ച് വാഴിക്കരുത്. അത് തന്നെ എനിക്കും തോന്നുന്നത്. അവനാ അവളുടെ മനസ്സിളക്കുന്നത്. വഴക്കിനൊന്നും പോണ്ട. സമാധാനത്തില് അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ. അതൊന്നും നടക്കില്ലമ്മേ. എത്ര ശ്രമിച്ചതാ. അവന്റെ വീട്ടുകാരോട് വരെ പറഞ്ഞു, എന്നിട്ട് വല്ല ഫലം ഉണ്ടായോ? ഇത് തല്ലി തന്നെ തീർക്കണം. മേല് നോമ്പോ അവൻ താനെ ഒഴിഞ്ഞു പോയിക്കോളും. അവനാ തടിച്ചയെ കെട്ടിയപ്പോൾ രക്ഷപ്പെട്ടല്ലെന്ന് കരുതിയിരുന്ന എവിടെ, എല്ലാം വീണ്ടും പഴയ പോലെ ആയില്ലേ? നമ്മുടെ മോളെ പറഞ്ഞാ മതി. ഭാര്യയുള്ള ഒരുത്തന്റെ പുറകെ നടക്കാൻ അവക്ക് നാണമില്ലല്ലോ. പഠിപ്പുണ്ട്, വിവരമുണ്ട്. എന്നിട്ടും അവളിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോഴാ സങ്കടം. എല്ലാം അവന്റെ കളിയാ. എന്തൊക്കെയോ പറഞ്ഞു മയക്കി വെച്ചിരിക്കല്ലേ. എന്തായാലും ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. മോനെ, നീ സൂക്ഷിക്കണേ. അമ്മയൊന്നും മിണ്ടാതിരുന്നേ. എന്റെ പെങ്ങളുടെ ഭാവിയുടെ കാര്യമാണ്. ഇപ്പൊ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ അത് വഷളാവും. നമ്മൾ ചിത്രത്തിൽ വരരുത്. കാശ് എത്ര വേണമെങ്കിലും മുടക്കാം. നാളെ കേസോ മറ്റോ വന്നാ നമുക്കെതിരെ ഒരു തെളിവും കിട്ടാത്ത വിധത്തിലായിരിക്കണം എല്ലാം ചെയ്യേണ്ടത്. എനിക്കറിയാം. അതിന് പറ്റിയ ടീമിനെ തന്നെയാ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത്. അച്ഛ ഒന്നും അറിയണ്ട, എല്ലാവരും നോക്കിക്കോളും. ഇതിലേതാ ഗൗരി ഫംഗ്ഷൻ ഇടേണ്ടത്?
ഇത് മതി, ഇതിടുന്നതാ നിനക്ക് ഭംഗി. നിനക്ക് സെൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചത്. പോകുമ്പോ രണ്ടാളും ഒരേപോലത്തെ ഡ്രസ് ഇട്, അതാ നല്ലത്. രണ്ടാളോ? ഫംഗ്ഷന് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. എന്നല്ലല്ലോ ഞാൻ പത്രത്തിൽ വായിച്ചത്. യുവനടന്മാരിൽ പ്രമുഖനായ നീൽ മഹേഷും ഭാര്യ സ്വാതിയും കൂടെയാണ് ഉദ്ഘാടനം എന്നാണല്ലോ. പത്രവാർത്തയോ? അപ്പൊ നീ നെറ്റൊന്നും നോക്കിയില്ലേ? ഓൺലൈൻ മുഴുവൻ അങ്ങനെ തന്നെയാ വാർത്ത കിടക്കുന്നത്. എന്നോട് പറഞ്ഞിട്ടില്ല ഭാര്യ കൂട്ടണമെന്ന്. ഞാനിപ്പോ തന്നെ അയാളെ വിളിക്കട്ടെ, ആ ഡയറക്ടറെ. എന്റെ പെർമിഷൻ ഇല്ലാതെ ഓരോന്ന് തീരുമാനിക്കാൻ അയാളോട് ആരാ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ നീ ഈ പരിപാടിക്ക് പോരുത് നീലേ. അയാള് വേറെ ആരെങ്കിലും വെച്ച് നടത്തിക്കോട്ടെ. എന്ത് വിഡിത്ത നീ പറയുന്നേ? ഇന്നല്ലേ പ്രോഗ്രാം, ഈ അവസാന നിമിഷം വരില്ലെന്ന് പറഞ്ഞ പകരം അവരാളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ലേ? അതെന്റെ പ്രശ്നമല്ല. സ്വാതിയും കൂടെ വന്ന എന്താ പ്രോബ്ലം? പ്രോബ്ലം എന്താണെന്നോ? വല്ലിച്ചൻ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. മാന്യന്മാര് വരുന്ന സ്ഥലം അത്. അതും കലാകാരന്മാര്. അവിടെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്ന കോലമാണോ ഇവളുടെ? ഒരു കുഴപ്പമില്ല. ഭാര്യ ഇവളാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ അവര് വിളിച്ചത്. അതൊന്നും ശരിയാവില്ല അല്ല നീലേ? ഞാൻ ഒഴിയാൻ പോവാ. അത് വേണ്ട. കൂടെ വരുന്നതിൽ നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വരാതിരിക്കാം. എന്നാലും പരിപാടിക്ക് പോവാതിരിക്കണ്ട. ഏടത്തി ഒന്നും മിണ്ടാതിരിക്കുക. നീല് പോവും, ഏടത്തിയും പോവും. പോയില്ലെങ്കിൽ അതിന്റെ കേട് നീലിന് തന്നെയാ. എന്ത് കേട്? ഒരു കേടുമില്ല. നിനക്ക് എന്തറിയാം? ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ തന്നെ അല്പസ്വല്പം വിവാദങ്ങളിൽപ്പെട്ട് നിൽക്കുന്ന ആളാ നീല്. ദേവപ്രിയെ തല്ലിയത് മുതൽ അങ്ങനെയാ. ഇപ്പൊ ഈ പരിപാടി അവസാന നിമിഷം ക്യാൻസൽ ചെയ്താൽ ആ സംവിധായകൻ കൂടി ശത്രുവാവും. സംവിധായകൻ മാത്രമല്ല, അവിടെ വരുന്നവര് മുഴുവനും. അത് ഒഴിവാക്കുന്നതാ നീലിന്റെ ഭാവിക്ക് നല്ലത്. അത് ശരിയാ. കോൺട്രവേഴ്സിയിൽ നിന്ന് കഴിവത് അകന്നു നിൽക്കുന്നത് തന്നെയാ ബുദ്ധി. നിന്റെ കരിയറിനും അത് തന്നെയാ നല്ലത്. ശരി, എന്നാ ഞാൻ പോവാതിരിക്കുന്നില്ല. പക്ഷേ ഞാനേ പോവൂ, ഇവള് വരില്ല. അത് അതിനേക്കാളും പ്രശ്നമാവും. ഭാര്യയെ പുറത്തിറക്കാത്തവൻ എന്ന ചീത്തപ്പേര് കിട്ടാൻ വേറെ വല്ലതും വേണോ? ഏട്ടത്തിയെ കൂട്ടിയെന്ന് വെച്ച് എന്തു പറ്റാനാ? കൂടിയ 1 മണിക്കൂർ, അതിനുള്ളിൽ തിരിച്ചു വരാലോ. ഗിരി പറഞ്ഞതാ മോനെ അതിന്റെ ശരി. നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വാ. നീലേ വേണ്ടാട്ടോ, നാറുവേ. ഇവൻ എന്തെങ്കിലും ചെയ്യുന്നതില് നിനക്കെന്തത്ര അസൂയ? അവര് പോയി വരട്ടെ എന്ന് ചിന്തിക്കാൻ നിനക്കെന്താ പറ്റാത്തത്? നീല് പറയട്ടെ, എല്ലാം നീലിന്റെ ഇഷ്ടം. പറയാനൊന്നുമില്ല, ഇവൻ പോകും. അല്ലെങ്കില് വരാൻ പോകുന്നത് എന്താണെന്ന് ഇവന് നന്നായിട്ട് അറിയാം. ശരി, ഞങ്ങൾ പോവാം. പക്ഷേ ഇത് അവസാനത്തെ പോക്കായിരിക്കും. ഇനി മേലെ ഇതുപോലുള്ള പരിപാടിക്ക് ഇവളുമായിട്ട് പോകുന്ന പ്രശ്നമില്ല. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ആദ്യം ഇത് കഴിയട്ടെ. നീ പോയി ഒരുങ്ങുമോളെ. അയ്യോ, ഒന്ന് പതുക്കെ പോ, ഇല്ലെങ്കിൽ ഭൂകമ്പാണെന്ന് ആളുകൾ വിചാരിക്കും. ഗൗരി, വണ്ടി എന്തിനാ ഞാനിങ്ങോട്ട് മാറ്റി നിർത്തിയെന്ന് മനസ്സിലായോ? ഇല്ല. ഈ ഭാഗത്ത് എവിടെയെങ്കിലും മാറി ഒതുങ്ങി നിന്നോണം. ആരുടെയും കണ്ണിപ്പെടരുത്. നിന്നെയും കൂട്ടി ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് എന്നാ അതിന്റെ നാണക്കട എനിക്കാ. എനിക്കത് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. ഹലോ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. കൂടെ അവളുണ്ടോ? നീലിന്റെ പ്രിയപ്പെട്ട ഭാര്യ. ഒരു മിനിറ്റ്.
ഇനി പറഞ്ഞു. ഓ, അവള് കേൾക്കാൻ പാടില്ലല്ലോ അല്ലേ? അതുകൊണ്ടല്ല. നീലിന്റെ കള്ളത്തരമൊക്കെ എനിക്ക് മനസ്സിലാവും. ഒരു വശത്തുകൂടി എന്നെയാണ് ഇഷ്ടമെന്ന് പറയും, വേറൊരു വശത്തുകൂടി അവളുമായിട്ട് കറങ്ങാൻ പോവും. ഇതാ സംവിധായകൻ ചതിച്ചതാ. രണ്ടുപേരും കൂടിയാ ടീസർ റിലീസ് ചെയ്യുന്നതെന്നാ അയാൾ എന്നോട് ചോദിക്കാതെ അനൗൺസ് ചെയ്തത്. അയാള് പ്രഖ്യാപിച്ചോട്ടെ. പോണോ പോണ്ടേന്ന് നീലല്ലേ തീരുമാനിക്കേണ്ടത്? സ്വാതിക്ക് വല്ല അസുഖമാണെന്ന് നുണ പറയാറുന്നില്ലേ? വേണമെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചത്. സ്വാതിയെ കൊണ്ടുചെന്നില്ലെങ്കിൽ വല്ല സോഷ്യൽ മീഡിയക്കാരും കയറി പണി തരുമെന്ന് വിചാരിച്ചിട്ടാ. അതൊന്നുമല്ല. സ്വാതിയെ കൂടെ കൂട്ടാൻ കിട്ടിയ അവസരം പാഴാക്കിയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എങ്ങനെ നിന്നോട് സത്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? എനിക്കൊന്നും കേൾക്കണ്ട. നീൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. നാളെ ടീസർ ഉദ്ഘാടനത്തിന്റെ വാർത്ത പത്രത്തിലുണ്ടായിരിക്കും. നീലിന്റെ കൂടെ അവളെ കാണുമ്പോ ഞാൻ എത്രമാത്രം വേദനിക്കുമെന്ന് നീലിനറിയോ? അറിയാം. എന്നിട്ടാണോ ഇങ്ങനെ ചെയ്തത്? ഒരബദ്ധം പറ്റിപ്പോയി. വേദ പറയും, ഞാൻ എന്താ ചെയ്യേണ്ടത്? തിരിച്ചു പോണം. വേദ പറഞ്ഞ അതും ഞാൻ ചെയ്യും. അപ്പൊ സോഷ്യൽ മീഡിയക്കാർ അറ്റാക്ക് ചെയ്യില്ലേ? ചെയ്യുമായിരിക്കും. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് വലുത് എന്റെ വേദ. എന്നാ ഒരു കാര്യം ചെയ്യും, നീലി പൊയ്ക്കോ. പക്ഷേ അവൾ ആ വേദിയിൽ ഉണ്ടാവരുത്. ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. തിരിച്ചു കൊണ്ടുപോയി വീട്ടിലാക്കാന്ന് വിചാരിച്ചാ ഇനിയും വൈകും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം നീലിന്റെ ഇഷ്ടം. എന്നെയാണോ അവളെയാണോ ഇഷ്ടമെന്ന് ഇന്നറിയണം. വേദ, എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരായിരുന്നു ഫോണില്? അതെന്തിനാ നീ അറിയുന്നത്? മുഖം മാറിയത് കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. വിളിച്ചത് വേദയായിരുന്നു അല്ലേ? അതെ, വേദ തന്നെയാ. അതുകൊണ്ട് വേദ പറഞ്ഞു കാണും എന്നെ കൂട്ടരുതെന്ന്. വേദ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. എന്നെപ്പോലെ ഒരു സെലിബ്രിറ്റി നിന്നെപ്പോലെ ഒരു പെണ്ണിന്റെ കൂടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ പോലെ ഒരു നാണക്കേട് വേറെ ഉണ്ടോ? പിന്നെ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? ഇത് വീട്ടിൽ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നല്ലോ. ആ നേരത്തെ എനിക്ക് അങ്ങനെ തോന്നി, ഇപ്പൊ മറിച്ചു. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് നീ പറയണ്ട. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അത് അനുസരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ എൻ്റെ കൂടെ ജീവിച്ചാൽ മതി. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് നീ പറയണ്ട. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അത് അനുസരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ എൻ്റെ കൂടെ ജീവിച്ചാൽ മതി. അനുസരിക്കും. ഏട്ടൻ എന്തു പറഞ്ഞാലും അനുസരിക്കും. കാരണം എന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ മഹത്വം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ സൗജന്യമൊന്നും എനിക്ക് വേണ്ടെങ്കിലോ? എന്തുകൊണ്ടാ ഞാൻ നിന്നെ കെട്ടിയെന്ന് അറിയാലോ. അപ്പൊ അതിനനുസരിച്ചേ ഞാൻ പെരുമാറൂ. സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം സഹിച്ചാൽ മതി. സഹിക്കല്ലേ ഏട്ടാ? കെട്ടിക്കൊണ്ടുവന്ന അന്ന് മുതൽ ഞാൻ സഹിക്കല്ലേ. പക്ഷെ എനിക്ക് വിഷമമില്ല. ഒരു അനാഥ പെണ്ണിന് ഇത്രയും തന്നെ കിട്ടിയത് മഹാഭാഗ്യ. ഏട്ട പോയിട്ട് വാ. ഞാൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും മാറി നിന്നോളാം. ആരുടെയും കണ്ണി പെടരുത്. ഇല്ല, ഞാൻ കാരണം ഏട്ടന് ഒരു നാണക്കേടും ഉണ്ടാവില്ല. എന്റെ അവസ്ഥ നീ മനസ്സിലാക്കണം. വേദയല്ലാതെ വേറെ ആരെയും സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും സ്നേഹിച്ച പെണ്ണ വേദ. എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു ക്രൂരനാണെന്ന് വിചാരിച്ചതുകൊണ്ടോ എന്നെ ശപിച്ചതുകൊണ്ടോ എനിക്കൊരു പ്രശ്നവുമില്ല. അതൊന്നും തന്നെ എന്നെ ഏശാൻ പോലും പോകുന്നില്ല. ഇനി അങ്ങോട്ട് ഇതിൽ മോശമായിരിക്കും എന്റെ പെരുമാറ്റം. അതെല്ലാം സഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നീ നിന്നാ മതി. അല്ലെങ്കിൽ നിനക്ക് പോവാം. നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. ഞാൻ തടയില്ല. പോവാൻ ഒരു സ്ഥലം എനിക്കില്ലാന്ന് അറിയാന്നുള്ളതുകൊണ്ടല്ലേ ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പോവില്ല. എന്നെ കാത്ത് ഒരു വിധി ഇരിപ്പുണ്ടല്ലോ. ആ വിധിക്ക് മാത്രമേ എന്നെ ഏട്ടനിൽ നിന്നും പറിച്ചറിയാൻ പറ്റൂ. ആ ബോധം ഉണ്ടെങ്കിൽ നല്ലത്. എനിക്ക് പകരം വേദയെ കൊണ്ടുവരായിരുന്നില്ല ഏട്ടന്.
അത് ഞാൻ തീരുമാനിച്ചോളാം. വേദ വരും, ഇപ്പോഴല്ല, നിന്റെ മരണത്തിന് ശേഷം. ഹലോ. ഇരിക്കെ. ആ. ഹലോ നീൽ. ഹലോ സർ. സ്വാതിയോടെ വന്നില്ല, നല്ല സുഖമില്ല. സ്വാതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ നന്നായനെ. എന്ത് ചെയ്യാനാ സർ, നല്ല തലവേദന, നിർബന്ധിച്ചതാ. വരുന്നില്ല എന്ന് സ്വാതി തന്നെയാ പറഞ്ഞത്, ക്ഷമിക്കണം. അസുഖം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? വാ, ഫംഗ്ഷൻ തുടങ്ങാം. ഓക്കെ സർ. ഇരിക്കെ നീൽ, ഇരിക്കെ. താങ്ക് യു സർ. പ്രിയമുള്ളവരെ, വല്ലാത്തൊരു കുറ്റബോധത്തോടെയാണ് ഈ ചടങ്ങിന് ഞാൻ നീൽ മഹേഷ് എന്ന നടനെ ക്ഷണിച്ചത്. ഈ സിനിമയിലെ ആദ്യ നായകൻ നീലായിരുന്നു.